നമുക്കൊക്കെ ഇന്ന് പ്രത്യാശ അത്ഭുതം കണ്ടിട്ട് കിട്ടുന്ന പ്രത്യാശയാണ്. കാനായിലെ മറിയത്തിന്റെ പ്രത്യാശയുടെ പ്രത്യേകത എന്താ? ഇതുവരെ അവളെന്നല്ല ആരും ഈശോയുടെ ഒരു അത്ഭുതവും കണ്ടിട്ടില്ല. അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് വായിക്കുമ്പോൾ എളുപ്പമാ, നമുക്ക് കുഴപ്പമില്ല. കാരണം ഈശോ വെള്ളം വീഞ്ഞാക്കും നമുക്കറിയാം. ഇനി ഒരു കാന വന്നാലും നമ്മൾ പറയും ഈശോയുടെ അടുത്തോട്ട് പോയാൽ മതി. കാനായിലെ കല്യാണ വിരുന്ന് ഈശോ ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈശോ ചെയ്ത ഒരത്ഭുതവും ആരും കണ്ടിട്ടില്ല. അത്ഭുതം കണ്ടിട്ടാ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. മറിയം പ്രത്യാശ വെച്ചത് എങ്ങനെയാ? ഒരത്ഭുതവും കാണാത്ത നേരത്തും മറിയം പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന് മറിയം കാനായിലെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം മറിയം മിണ്ടിയിട്ടില്ല. അതിനുശേഷം സുവിശേഷത്തിൽ എങ്ങും മറിയം മിണ്ടിയിട്ടില്ല. തീർന്നു. മറിയത്തിന്റെ വാ അടഞ്ഞു അവിടം കൊണ്ട്. അന്ന് അവള് പറഞ്ഞ അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്ന വാക്കാണ് സുവിശേഷത്തിൽ മറിയം അവസാനമായി പറയുന്ന വാക്ക്. അതിനുശേഷം മറിയത്തിന്റെ വായിന്ന് ഒരു വാക്ക് വീഴുന്നില്ല. അതിന്റെ അർത്ഥം കഴിഞ്ഞ 2000 വർഷമായി മറിയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റ വാക്കാ. ഏതാത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഒരു കാനായുടെ അനുഭവത്തിലാണോ നിന്റെ കുടുംബം ഇപ്പൊ കടന്നു പോകുന്നത്? എല്ലാം ഒരുക്കിയതാ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാം ഒരുക്കിയതാ. പക്ഷെ പെട്ടെന്നൊരു നേരത്ത് കണക്ക് കൂട്ടലുകൾ തെറ്റി, അപമാന ഭാരത്താൽ ശിരസു താണു നിൽക്കുക. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തതാ, എല്ലാം ഒരുക്കിയതാ, കുടുംബത്തെ സ്നേഹിച്ചതാ, തൊഴിലിടങ്ങളെ മാനിച്ചതാണ്, വരുമാന മാർഗങ്ങൾ പദ്ധതി ഒരുക്കി വെച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു നേരത്ത് കണക്ക് കൂട്ടലുകൾ തെറ്റി തകർന്ന കാനാ പോലെ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം അപമാന ഭാരത്താൽ ശിരസ്സു താണു നിൽക്കുന്ന നേരത്ത് മറിയം പറയുന്നു, ഡു വാട്ട് ഹി ടെൽസ്. അവൻ പറയുന്നത് ചെയ്യുവിൻ. തിരുക്കുമാരന്റെ മുഖത്തേക്ക് നമ്മുടെ താണുപോയ മുഖത്തെ മെല്ലെ ഉയർത്തി നോക്കിപ്പിക്കുന്ന മറിയമില്ലേ, അതാണ് മറിയത്തിന്റെ പ്രത്യാശ. താന്നു പോകാതെ, നിന്റെ ശിരസ് ഇങ്ങനെ താന്നു നിൽക്കാതെ, ഒരാളെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അപമാനത്താൽ ശിരസ് താണു പോകുന്ന മനുഷ്യരോട് മറിയം പറഞ്ഞു തരുന്നു, ശിരസ് ഉയർത്തിക്കേ, കർത്താവിലേക്ക് നോക്കിക്കേ, കരുണയുടെ മുഖം കണ്ടേ, അവൻ ഇടപെടും, അവൻ അത്ഭുതം ചെയ്യും, അവൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി.